എൻ്റെ പേര് അബ്രാം എന്നാണ്. ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. ഞാനിവിടെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഗെയിം ഡെവലപ്മെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് സ്റ്റേജ് പാസിൽ. ഞാൻ കുറേ ഗൂഗിളിലും പിന്നെ ChatGPT പിന്നെ അതുപോലത്തുള്ള AI യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ റിസർച്ച്ഡ് എ ലോട്ട്. ബൈ ദാറ്റ് ഐ കൺക്ലൂഡഡ് വിത്ത് ബാക്ക് സ്റ്റേജ് പാസ്. ഗെയിം എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ തന്നെ ഞാൻ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം തന്നെ എനിക്ക് ഗെയിമിൻ്റെ അകത്ത് കുറേ ലിമിറ്റ്സ് ഉണ്ടാവും. നമുക്ക് ആ ലിമിറ്റ്സ് ബ്രേക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് പുതിയത് ബിൽഡ് ചെയ്യുക. എനിക്ക് കയറാൻ പറ്റാത്ത, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത കുറേ ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഗെയിമിലുണ്ടാവും. അപ്പോൾ ആ ഒബ്ജക്റ്റ് ബ്രേക്ക് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് കയറുക, അതായിരുന്നു എനിക്ക് ആ ഒരു ടൈമത്തെ ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് ഉണ്ടായത്. അപ്പോൾ ആ ടൈം ഉണ്ടായതാണ് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് കോഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുക എന്നുള്ള രീതി. യൂബിസോഫ്റ്റിൻ്റെ ഗോസ്റ്റ് റിക്കോൺ ടോം ക്ലാൻസി എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അപ്പോൾ വൈൽഡ് ലാൻഡ് സീരീസിൽ വരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗെയിം. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ മെക്കാനിക്സ് ഉണ്ട്, കുറേ ലെവൽസ് ഉണ്ട്, കുറച്ച് ടഫാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു രീതിയിൽ വന്നപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുക, അതുപോലത്തെ ഒരു വേൾഡ്, അതിൻ്റേതായ ഒരു സ്റ്റോറി ഉണ്ട്. ഇവൻ ദോ അതിൻ്റെ ട്രെയിലർ, കട്ട് സീൻ, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. സോ ആ ഒരു രീതിയിലേക്ക് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പാഷൻ. സോ അതാണ് എനിക്ക് മെയിൻലി ഒരു ഗെയിം ഡെവലപ്പർ എന്ന രീതിയിലേക്ക് എന്നെ കൂടുതൽ ആ രീതിയിലേക്ക് വരാൻ ഉള്ള ഒരു റീസൺ. പാരൻസ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒരു ടെക് ഹബ്ബാണ്. അവിടെ കുറേ ആൾക്കാർ വരും, പല ദേശത്തു നിന്ന്, കുറേ ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി ഈസ് ദ കീ ഹിയർ. സോ എനിക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് ടോക്ക് ചെയ്യാൻ പറ്റും, അവരെ കൾച്ചർ പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ കുറേ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. സോ പേരൻസ് ആ ഒരു രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗെയിം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് പോവുക എന്നുള്ളത് അതൊരു എൻ്റേതൊരു നോർമൽ പാരൻ്റാണ്. ഇതിനെക്കുറിച്ച് വലിയ അത്രയും ഡെവലപ്പായിട്ടുള്ള ആ ഒരു രീതിയിലുള്ളതല്ല. സോ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടായിരുന്നു. ബട്ട് അവർക്ക് എന്നെ വിശ്വാസമുണ്ട്, ട്രസ്റ്റ് ഉണ്ട്. സോ അവരൊക്കെ പറഞ്ഞു. ഹാപ്പി ഹിയർ ബിക്കോസ് ഞാൻ എൻ്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ എനിക്കങ്ങനെ ഡിഫിക്കൽട്ടി ഒന്നുമില്ല, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഗെയിമിൻ്റേതായ ഒരു രീതിയിൽ എനിക്ക് ആദ്യം ഫീൽ വന്നിട്ടുണ്ടായില്ല. പക്ഷേ എങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, എൻ്റെ ട്യൂറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ട്യൂറ്ററിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഗെയിം ജാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ ഗെയിം ജാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. കോളേജ് എൻവയോൺമെൻറ്റ് ഓക്കെയാണ്. എനിക്കിവിടെ കുറച്ചുകൂടി ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കൺസോൾസ് കാര്യങ്ങളും ഗെയിം പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതർവൈസ് ഇറ്റ്സ് നൈസ്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി നൈസാണ്. നമ്മൾ സെൽഫ് സ്റ്റഡിയാണ് ഇവിടെ കോളേജ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സ്റ്റിൽ ട്യൂറ്റർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ഏത് ഫീൽഡാണ്, ഗെയിം ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ ഫീൽഡുണ്ട്. ഗെയിം ഡിസൈൻ ഉണ്ട്, ഗെയിം ഡെവലപ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗെയിം ആർട്ട് ഉണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ആർട്ടിലേക്ക് പോകാം. ഇനി ആർട്ടിസ്റ്റാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയാം, എങ്ങനെയാണ് ടെക്നിക്കൽ ആർട്ടിസ്റ്റ് എന്നിട്ടൊരു ഫീൽഡുണ്ട്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസും കാര്യങ്ങളൊക്കെ ഗെയിം ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. സോ നിങ്ങളേതായ ആദ്യം പാഷൻ ഏതാണ്, ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അത് ആദ്യം ചൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഈ ബാക്ക് സ്റ്റേജ് പാസ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്. സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ട്യൂട്ടോറിയൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ആ ഒരു പാഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഗെയിം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗെയിം ഡിസൈൻ അല്ലെങ്കിൽ ഗെയിം ആർട്ട്, ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫീൽഡ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആദ്യം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക.